മക്ഡൊണാൾഡ്സ് ഫുഡ് ചാലഞ്ച് ആണ്. നമുക്ക് ചാലഞ്ചിലേക്ക് പോവാം. അങ്ങനെ ഒരു 10:30 നമ്മളെ സ്വിഗ്ഗി മാമൻ ഇതാ മക്ഡൊണാൾഡ്സിൽ നിന്നും കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്തോ ജ്യൂസാണ്, മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ്, പിന്നെ ബർഗർ, പിന്നെ നഗറ്റ്സ്, പിന്നെ 2-3 ഐസ്ക്രീം, അങ്ങനെ കുറച്ച് സാധനം എല്ലാം മേടിച്ചിട്ടുണ്ട്, എല്ലാം നിരത്തി വെച്ച്. ഇതാണ് മഹാരാജ മാക് ചിക്കൻ. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മഹാരാജ മാക് ചിക്കൻ വെച്ചിട്ടാണ്. മഹാരാജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 3 പാറ്റിയെല്ലാം ഉണ്ടാവും എന്നാ പറയുന്നത് കേൾക്കുന്നു. ബില്ല് തരും, നമുക്ക് നോക്കാം. ഇതാണ് നമ്മളുടെ മഹാരാജ ബർഗർ. എന്നിട്ടേ സക്സസ്. വലിയ ബർഗർ, നല്ല എരിവ് ഉണ്ടായിന്. അതിൻ്റെ ഉള്ളിൽ 2 വട്ടത്തിലുള്ള പാറ്റി അതും ഉണ്ടായിന്. ടിഷ്യൂ ഇല്ല അല്ലേ, എരിയുന്നു. നല്ല എരിവാണ്. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ മക്ഡൊണാൾഡ്സിൽ തന്നെ ഓർഡർ ചെയ്തതാണ് മിക്സഡ് ഫ്രൂട്ട്. മരുന്ന് മരുന്ന് നമ്മള് ബർഗർ തിന്നു 3/4 ഭാഗം, നഗറ്റും കൂടി തിന്ന. അല്ല, നഗറ്റ് കാണിക്കട്ടെ. നഗറ്റ്സ് അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ഉച്ചക്ക് 2:30 അപ്പോ ബിഗ് സ്പൈസി മക്ഡൊണാൾഡ്സിന്റെ ഫ്രാപ്പാണ് പൊട്ടിക്കുന്നത്. യമണ്ടൻ ഫ്രാപ്പ് ആപ്പട. ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അകത്ത് ചിത്രത്തിൽ കണ്ടത് ഇത്രയും വലിയ ഫ്രാപ്പായിരിക്കും ഞാൻ വിചാരിച്ചില്ല. ഒരു 3 ആൾക്ക് തിന്ന അത്രയും വലിയ ഫ്രാപ്പാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനകത്ത് ചിക്കനും പിന്നെ കുറേ വെജിറ്റബിൾസും, എന്തായാലും നല്ല എരിവെല്ലാം ഉണ്ട്. അടിപൊളി സാധനമാണ്. ചിക്കൻ ഉണ്ട്, നിറയെ വെജീസ് ഉണ്ട്, മയണൈസ് ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. പകുതി മതി, പകുതി കഴിക്കുമ്പോൾ തന്നെ ഫുള്ളായി. ഇത് വലിയ റാപ്പാണ്, 2 ആൾക്ക് കഴിക്കേണ്ടതാണ്. ബിഗ് അതിനകത്ത് എതിരുണ്ട്, സ്പൈസി എതിരുണ്ട്, പക്ഷെ അത്ര സ്പൈസി ഒന്നല്ല. നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട്. പകുതി 3/4 ഭാഗം കഴിച്ചിട്ടുണ്ട്, ബാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മണിക്ക് കഴിക്കാന്ന് വെച്ചു. വെള്ളം കുടിക്കാണ്ട് നിൽക്കാൻ പറ്റില്ല. ഇല്ലാന്ന് ഞാൻ കോള അങ്ങനത്തെ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഈ മിക്സഡ് ഫ്രൂട്ടിന്റെ ജ്യൂസ് ഓർഡർ ചെയ്തത്. ഇതാണെങ്കിൽ ഭയങ്കര മരുന്നിന്റെ ടേസ്റ്റ്, രസമില്ല, എങ്ങനെ കുടിക്കുന്ന അറിയില്ല. അപ്പൊ ഞാനിപ്പോ ഒന്ന് പുറത്തു പോയി വന്നപാടാണ്, വൈകുന്നേരമാണ്. അപ്പൊ എനിക്ക് ഭയങ്കര വെയിൽ ചൂടല്ലായിരുന്നു. നമുക്ക് തണുത്തത് എന്തെങ്കിലും കഴിക്കാം വൈകുന്നേരം. ഓക്കെ, മക്ഡൊണാൾഡ്സിന്റെ പല സാധനങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. വൈകുന്നേരം നമ്മൾ തണുത്തതാണ് കഴിക്കാൻ പോകുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കിറ്റ്കാറ്റ് സൺഡേ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ മക്ഡൊണാൾഡ്സിന്റെ കിറ്റ്കാറ്റ് സൺഡേ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അയ്യോ, ഇതിങ്ങനെ ഒളിച്ചു വരുന്ന ഐസ്ക്രീം ആണോ ഇത്? ഇനി ഇത് നമുക്ക് ട്രൈ ചെയ്യാം. ഇതെന്താ സംഭവം എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് നമുക്ക് നോക്കാം. സോഫ്റ്റ് സർവ് ഹോട്ട് ഫഡ്ജ്. എന്താ ഇത് സാധനം? എനിക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല കേട്ടാ. ഇത് ഇപ്പം ഞാൻ തിന്നു നോക്കാം. എനിക്കൊന്ന് ഇതിൻ്റെ ഉള്ളില് ഐസ്ക്രീമും അടിപൊളി സാധനം, സൂപ്പർ. അപ്പൊ വൈകുന്നേരമാണ് ഇതെല്ലാം തണുപ്പുള്ളതെല്ലാം ട്രൈ ചെയ്യുന്നത്. ബാക്കിയുള്ള സമയത്ത് നമുക്ക് മീൽസ് തന്നെ വേണം. ഇത് ഓറിയോ ക്രംസ് ഉണ്ട്, ഓറിയോ മാക്ഫ്ലറി.
ഒരു ക്രംസ് ഇട്ടിട്ടുള്ള ഒരു മക്ഫ്ലറിയാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട്. സോഫ്റ്റ് സെർവ് സ്ട്രോബെറി ആണ്. കണ്ട ഇതിൻ്റെ അകത്ത് സ്ട്രോബെറിൻ്റെ ക്രംസ് പോലെ എന്തെങ്കിലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ സോഫ്റ്റ് സെർവ് സ്ട്രോബെറി നോക്കാം. അടിപൊളി. ഈ 4 ഇതാണ് അടിപൊളി ടേസ്റ്റ്. 9:40 അപ്പൊ ഞാൻ മക്ഡൊണാൾഡ്സ് വെജ് ബർഗർ, ഇത് ഒരു മിനിറ്റ്, മക്ഡൊണാൾഡ്സിന്റെ വെജ് ബർഗറാണ്. നമുക്ക് അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇത് വാവ തുറക്കും എന്നാണ്. ഇതാണ് ബർഗർ. ഇതിൻ്റെ അകത്ത് ഒരു പൊട്ടാറ്റോ പാറ്റി ഉണ്ട്. ഓക്കെ, ബർഗറെല്ലാം വിരൂപനായിട്ട് മാറിയിട്ടുണ്ട് രാത്രി ആകുമ്പോഴത്തേക്ക്. നമ്മളിത് രാവിലെ വാങ്ങിയതാണ് ഒരു 10:30 ആകുമ്പോൾ. അപ്പോൾ ഈ ഒരു രാത്രി ആകുമ്പോഴത്തേക്കും ചൂടാക്കിയാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടൂലല്ലോ. എനിക്ക് ചൂടാക്കാനും താല്പര്യം ഉണ്ടായിട്ടില്ല, മടിയായിരുന്നു. അങ്ങനെ തന്നെ കഴിച്ചു. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. നിറയെ അതിൻ്റെ അകത്ത് ചില്ലിയായിരുന്നു, ഭയങ്കര എരിയുന്നുണ്ടായിന്. 2 ചിക്കൻ സ്ട്രിപ്പ് ഉണ്ട്. സോസ് നേരത്തെ എടുത്തതുണ്ട്, ഭാവി എടുത്തിട്ട് തിന്നിനായിരുന്നു. അങ്ങനെ ആ ബർഗറും ഒരു സ്ട്രിപ്പും ഞാൻ കഴിച്ചിനി, ഒരു സ്ട്രിപ്പ് വാവ കഴിച്ചു. അപ്പോൾ അതെല്ലാം തിന്നുമ്പോഴത്തേക്ക് തന്നെ വയറ് ഫുള്ളായിനി. അത് മാത്രമല്ല നല്ല ഉറക്കവും വരാൻ തുടങ്ങിയിട്ടുണ്ടായിനി. അപ്പോൾ ഇന്ന് നമ്മളുടെ മക്ഡൊണാൾഡ്സ് ഫുഡ് ഈറ്റിംഗ് ചാലഞ്ച് 24 hours കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയെല്ലാം മക്ഡൊണാൾഡ്സ് ഫുഡാണ് കഴിച്ചത്. രാത്രി ആകുമ്പോഴത്തേക്ക് അത് വേണ്ടാണ്ടായി. എന്നാലും കുറച്ച് കഴിച്ചിട്ടുണ്ടായിനി. വലിയ ടേസ്റ്റ് ഇല്ല. നമ്മൾ രാവിലെ വാങ്ങിയതല്ലേ, ചൂടാക്കിയാലും വലിയ ടേസ്റ്റ് ഒന്നും കിട്ടൂല. അടിപൊളി ചാലഞ്ച് ആയിരുന്നു, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ചാലഞ്ചസിന് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ചാലഞ്ച് ആയിട്ട് കാണാം. ടാറ്റാ.